ഹലോ ഗായ്സ്, അപ്പോൾ ഈ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉള്ള ഒരു കൊച്ചു കടയിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്കയുണ്ട്, അതേപോലെ തന്നെ കൈതച്ചക്കയുണ്ട്, പിന്നെ നമ്മുടെ കുക്കുംബറുണ്ട്, എല്ലാം ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം അതിനകത്ത് നമ്മളത് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് കേട്ടോ, ഇപ്പോൾ വീണ്ടും ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഈ ബിസ്ക്കറ്റ് കാണുന്നത്. അങ്ങനെ ആ ബിസ്ക്കറ്റും പിന്നെ വെള്ളം നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ, ചെറിയ ചെറിയ മിഠായികൾ, മുമ്പത്തെ മിഠായികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തേൻ നെല്ലിക്ക കേട്ടോ, തേൻ നെല്ലിക്ക മുമ്പെങ്ങാണ്ട് ഞാൻ കുപ്പിക്കകത്തുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഇവിടോട്ട് നിന്ന് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്ന ഈ ഒരു തേൻ നെല്ലിക്കയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേൻ നെല്ലിക്ക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അത് നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ ആ കുപ്പിക്കകത്ത് കിട്ടുന്നതിൻ്റെ അത്ര തേനിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് നല്ല വെന്ത് നല്ല ഇതായൊരു വേറൊരു ടേസ്റ്റ് കേട്ടോ. എന്തോ ഒരു തേനിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു നെല്ലിക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. പിന്നെ ഇതിനകത്തൊന്നും അവർ വിനാഗിരിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഹോം മെയ്ഡാണ്. അപ്പോൾ ഈ ഒരു വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വെള്ളവും കൂടെ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ നെല്ലിക്കയിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നെല്ലിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ തേനെല്ലിക്കയേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടത്. അപ്പം അതും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിത് അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം സ്കൂൾ ടൈമിൽ നമ്മൾ വിശന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ.